ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 22. മതിൽ ഇടിച്ചു, ഐക്യം കണ്ടെത്തി. യേശു വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു, സമാധാനം ഉണ്ടാക്കി. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. 1961 മുതൽ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ബെർലിൻ മതിൽ വേർപെടുത്തി. കിഴക്കൻ ജർമ്മൻ ഗവൺമെന്റ് ആ വർഷം സ്ഥാപിച്ച ഈ തടസ്സം അതിന്റെ പൗരന്മാരെ പശ്ചിമ ജർമ്മനിയിലേക്ക് പലായനം ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു. വാസ്തവത്തിൽ 1949 മുതൽ ഈ മതിൽ നിർമ്മിക്കപ്പെട്ട ദിവസം വരെ 2.5 ദശലക്ഷത്തിലധികം കിഴക്കൻ ജർമ്മൻകാർ പടിഞ്ഞാറോട്ട് കുടിയേറിയിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ 1987 മതിലിനു സമീപം നിന്നുകൊണ്ട് പ്രസിദ്ധമായ ഈ വാക്കുകൾ പറഞ്ഞു: ഈ മതിൽ പൊളിക്കുക. 1989 മതിൽ പൊളിച്ചതോടെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമായി. ജർമ്മനിയുടെ ആഹ്ലാദകരമായ പുനരേകീകരണത്തിലേക്ക് നയിച്ച മാറ്റത്തിന്റെ അടിസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രതിഫലിപ്പിച്ചു. യേശു തകർത്ത ഒരു വിദ്വേഷത്തിന്റെ മതിലിനെ കുറിച്ച് പൗലോസ് എഴുതി: യഹൂദന്മാർക്കും, അതായത് ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ, വിജാതീയർക്കും, അതായത് മറ്റെല്ലാ ആളുകൾക്കും ഇടയിലാണ് മതിൽ നിലനിന്നിരുന്നത്. യെരുശലേമിൽ വലിയ ഹെരോദാവ് സ്ഥാപിച്ച പുരാതന ആലയത്തിലെ വിഭജന മതിൽ അതിനെ പ്രതീകരിക്കപ്പെടുന്നു. അകത്തെ പ്രാകാരങ്ങൾ കാണാൻ കഴിയുമെങ്കിലും അത് വിജാതീയരെ ആലയത്തിന്റെ പുറത്തെ പ്രാകാരങ്ങൾക്കപ്പുറത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. എന്നാൽ യേശു യഹൂദന്മാർക്കും വിജാതീയർക്കും ഇടയിലും ദൈവത്തിനും എല്ലാ മനുഷ്യർക്കും ഇടയിൽ സമാധാനവും അനുരഞ്ജനവും കൊണ്ടുവന്നു. അവൻ അങ്ങനെ ചെയ്തത് ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഇന്ന് പല കാര്യങ്ങളും നമ്മെ ഭിന്നിപ്പിച്ചേക്കാം. നമുക്ക് ആവശ്യമുള്ളത് ദൈവം നൽകുന്നതിനാൽ യേശുവിൽ കണ്ടെത്തിയ സമാധാനവും ഐക്യവും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ചിന്തിക്കുക, എന്ത് വിഭജന മതിലുകളാണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ കാണുന്നത്? യേശുവിൻ്റെ ശക്തിയിൽ അവയെ നീക്കം ചെയ്യുന്നതിന് എങ്ങനെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും? ദൈവത്തിന് മഹത്വം.